ഒരുപാട് പേരുടെ ഡൗട്ടാണ് ചേട്ടാ എങ്ങനെയാണ് ഈ താമര നടുക അതിൻ്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നടാൻ പോകുന്നത് നമ്മുടെ സഹസ്രദളം ട്യൂബറിൻ്റെ കേട്ടോ 1000 മുതലുള്ള പൂവാണ്. അപ്പോൾ ട്യൂബേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. വേണ്ട ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഉണ്ടല്ലോ അത് ജസ്റ്റ് നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വല്ല ചരിവൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് ഇടേണ്ടത് നമ്മുടെ ഉണങ്ങിയ ചാണകപ്പൊടിയും ആട്ടുംകാട്ടുമാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ആട്ടുംകാട്ടാണ് ഏറ്റവും കൂടുതൽ നല്ലത്, ആട്ടുംകാട്ടാണ്. അപ്പോൾ ആട്ടുംകാട്ടും ചാണകപ്പൊടിയും കൂടി കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പം അതിൻ്റെ ആ ഒരു അടിഭാഗത്തേക്ക് നമ്മളൊരു 3-4 കിലോളം ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനകത്ത് വലിയ പ്രത്യേകിച്ച് കല്ലും കഷ്ണമൊന്നും പാടില്ല. പ്യുവറായിട്ടുള്ള നമ്മുടെ ചാണകപ്പൊടി മാത്രമേ പാടുള്ളൂ. അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചു കൊടുക്കാം. അപ്പം ചെറിയ കിടക്കുന്ന കഷ്ണങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, പോട്ടെ. ബാക്കിയുള്ള കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് മാറ്റാം കേട്ടോ. ബാക്കി ചാണകപ്പൊടി മാത്രം വരുന്ന രീതിയിൽ വേണം ഇടാനായിട്ട്. പിന്നെ ഇതിനകത്തേക്ക് ഒരു പിടി എല്ലുപൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. നമുക്ക് എൻ്റെ അടുത്ത് അവൈലബിൾ അല്ല ഇത്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലുപൊടി ഞാൻ ഇടാന്നിരിക്കണം കേട്ടോ. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇട്ടാൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. നമ്മുടെ യൂട്യൂബിൽ പെട്ടെന്ന് പൂതരും. അപ്പം അതെ, അതിനുശേഷം നമ്മുടെ സാധാരണ മണ്ണാണ് കേട്ടോ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനും ഇതേപോലെ കല്ലും കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ എടുത്ത് മാറ്റുക കേട്ടോ. കാരണം നമ്മൾ ട്യൂബർ വളരുന്ന സമയത്ത് അതിന് കറക്റ്റായിട്ട് വളരാൻ പറ്റില്ല. അതിനാണ് നമ്മൾ ഈ കല്ലും കഷ്ണമൊന്നും ഇല്ലാതെ വേണം, പ്യുവർ മണ്ണായിട്ട് മാത്രമേ നമ്മൾ ഇടാൻ പറ്റുള്ളൂ. അപ്പം മണ്ണ് ഏതായാലും കുഴപ്പമില്ല, വളക്കൂറുള്ള മണ്ണൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ വീട്ടിൽ മുറ്റത്തുള്ള മണ്ണാണെങ്കിലും മതിയാവും കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഏകദേശം പോട്ടിൻ്റെ ഒരു പകുതി ഭാഗത്തോളം നമ്മൾ മണ്ണ് നിറയ്ക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മണ്ണിടുന്ന വീഡിയോസൊന്നും ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല, അത്യാവശ്യം മാത്രമേ വീഡിയോസിൽ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്, ഏകദേശം പകുതിയോളം വെച്ചിട്ടുണ്ട്. ശേഷം അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കാരണം നമുക്ക് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ചെടി വയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ വെള്ളം ഒഴിച്ച് ചളി പോലെ ആക്കിയെടുക്കണം. അതിലും കുറച്ച് കല്ലും കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ എടുത്ത് കളയുക. ജസ്റ്റ് ഒന്ന് നമ്മൾ മണ്ണൊക്കെ ഒന്ന് എല്ലായിടത്തേക്കും ലെവൽ ചെയ്ത് കൊടുക്കുക. വെള്ളം ഉള്ളിലോട്ട് പോകുന്നുണ്ടോ നോക്കി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എല്ലാം കറക്റ്റാക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ പാത്രത്തിൽ മൊത്തം ചളിയൊക്കെ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറേ പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പം ചാനൽ എത്ര പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ പിന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണണമെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നമ്മുടെ സഹസ്രത്തിന് ട്യൂബർ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഈ സഹസ്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇത് അധികം പൂക്കാത്ത റേറ്റാണ്. ഞാൻ നട്ടിപ്പോൾ 2 വർഷമായി, നമുക്ക് പൂവൊന്നും തന്നിട്ടില്ല ഇതുവരെ. അന്ന് കരുതി നമുക്ക് ഭാഗ്യം കൂടെ വേണം, നമ്മൾ നോക്കുന്ന രീതി നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് അത് പൂത്തരുള്ളൂ. കേരളത്തിലാകെ 10-15 ആൾക്കാർക്ക് മാത്രമേ പൂ ഉണ്ടായിട്ടുള്ളൂ. അപൂർവത്തിൽ കാണുന്നതാണ്. നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പൂവാട്ടോ സഹസ്രം. അപ്പോൾ അതേപ്പറ്റി അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രം വാങ്ങിയ പോയി നട്ട് ഞാൻ പറയാറുള്ളത്. പിന്നെ നമ്മുടെ ട്യൂബർ ഇതാണ് കേട്ടോ നമ്മൾ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ട്യൂബർ ഞാൻ എടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം സെയിലിന് വേണ്ടി പോസ്റ്റ് ചെയ്തിരിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ താമര നടുമ്പോൾ എപ്പോഴും സെൻറ്ററിൽ നടാൻ പാടില്ല കേട്ടോ. ഇതേപോലെ സൈഡിൽ വേണം നടാനായിട്ട്. ട്യൂബർ ഇങ്ങനെ റൗണ്ടിൽ ഓടാൻ പാകത്തിന് വേണം നമ്മൾ ട്യൂബർ നട്ടു കൊടുക്കാൻ കേട്ടോ. അതല്ലെങ്കിൽ നമ്മുടെ ട്യൂബർ വരില്ല. അപ്പോൾ ട്യൂബറിൻ്റെ വളവും തിരിവൊക്കെ അനുസരിച്ചാണ് നമ്മൾ ട്യൂബർ നടാനായിട്ട് കേട്ടോ. ട്യൂബർ നടുമ്പോൾ ഒരുപാട് അടിയിലോട്ടും ഒരുപാട് മേലോട്ടും നടാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചാലുപോലെ ആക്കിയ ശേഷം അതിൻ്റെ നോഡുകളെല്ലാം, അതായത് പുതിയ ലീഫിൻ്റെ നോഡുണ്ടല്ലോ, അതെല്ലാം മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം നടാനായിട്ട്. ബാക്കി അതിൻ്റെ കിഴങ്ങുള്ള സാധനങ്ങൾ കുറച്ച് അടിയിലോട്ട് പോകണം, കുറച്ച് പൊങ്ങി നിൽക്കണം, ഒരുപാട് താഴോട്ടും പോകാൻ പാടില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നടാനായിട്ട്. ശേഷം നമ്മളൊക്കെ കുറേശ്ശായിട്ട് നമുക്ക് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ഓസ് ഫ്രീ അല്ലായതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഓസ് ഇട്ടില്ല. കുറച്ച് ബക്കറ്റിൽ കൊണ്ടുവന്നിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കിണറ്റിലെ വെള്ളമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പൈപ്പ് വെള്ളം, അതുപോലെ തന്നെ ക്ലോറിൻ വെള്ളം, അതുപോലെ തന്നെ ബോർവെൽ വെള്ളമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടെ നല്ലത് കിണറിലെ വെള്ളമൊക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടും. നല്ല മണ്ണും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ബക്കറ്റായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഓസൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ലീഫൊക്കെ വെച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെള്ളം തെളിഞ്ഞ് കിട്ടും. നമ്മുടെ മണ്ണും മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളം ഇതേപോലെ കാപ്പി കളറായി കിടക്കുന്നത് കേട്ടോ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് ഏകദേശം ഇങ്ങനെ കേട്ടോ. ചായ പോലെ ഉണ്ട് കാണുമ്പം. അത് 2 ദിവസം കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി അത് തെളിഞ്ഞ് ക്ലീൻ വാട്ടറായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിപ്പം നട്ടിട്ടിപ്പോൾ 3-4 ദിവസമായി. അപ്പോൾ ഇതേപോലെ ആയിരിക്കും കുറച്ച് ദിവസം കഴിഞ്ഞ് വരിക. അപ്പം പയ്യെ നമ്മുടെ നോഡുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊങ്ങി വരും. പിന്നെ നമ്മുടെ കുറച്ചും കൂടെ സ്റ്റാൻഡിങ് ലീഫും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം, ഏതൊക്കെ വളങ്ങൾ എപ്പോഴൊക്കെയാണ് കൊടുക്കേണ്ടതെന്നും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വെച്ചിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി. അത്യാവശ്യം നല്ല രീതിക്ക് വളർന്നിട്ടുണ്ട്.